അപ്പോൾ നമുക്കൊരു മന്തി റൈസ് നോക്കിയാലോ. വളരെ എളുപ്പമാണ്, മാഗി ക്യൂബ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് ഭാഗം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക് അതെല്ലാം ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ഒനിയനും, ഒരു 1.5 മീഡിയം സൈസ് ഒനിയനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയില 1 ബൗളിൽ ചെറുതായിട്ട് അരിഞ്ഞതും, പച്ചമല്ലി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അതാ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വലിയ പീസുകളുണ്ടല്ലോ അതിങ്ങോട്ട് മാറ്റി വയ്ക്കുക. ചെറിയ പീസ് അവിടെ തന്നെ കിടക്കട്ടെ. അതിൽ വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ. നമ്മൾ മാഗി ക്യൂബൊന്നും ഇടണില്ല, അപ്പോൾ അതുകൊണ്ട് റൈസ് അതിൽ കിടന്നിട്ട് വെന്ത് വന്നോളും. അപ്പോൾ 4 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആക്കി മിക്സ് ആക്കിയിട്ട് ഈ ചിക്കൻ നമ്മൾ അതിലിട്ടിട്ട് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടോ ചെയ്യാം കേട്ടോ. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ എയർ ഫ്രയറിൽ ഒരു 180-ൽ 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അതാ ചിക്കൻ നമ്മൾ ഈ റൈസിലേക്ക് വെന്ത് വന്ന റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. Thank you.